ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ ഒരു ഡിഷാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാം കടല തലേ ദിവസം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതൊരു 5-6 കഴുകലൊക്കെ കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണേ. ഇനി അതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5-6 വിസിൽ വരണം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്റ്റീലിൻ്റെ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് നിന്ന് വെള്ളം പതഞ്ഞ് പൊങ്ങി പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു സ്പൂണും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതേ. എന്നിട്ട് നമുക്കൊരു 6-7 വിസിൽ വന്ന വരെ ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിനകത്ത് വെച്ചിരുന്ന കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇറക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഒരു ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടോ, മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് അടപ്പത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കൊപ്ര അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു തണ്ട് വേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് 2 വറ്റൽമുളക് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇനിയാണ് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ കൊപ്രയൊക്കെ ഇടുമ്പോഴത്തേക്കും കൊപ്രയ്ക്ക് കുറച്ചധികം വേവല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കടുക് പെട്ടെന്ന് കത്ത് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ കടുക് ഇട്ടത്. ഇനി ഒന്ന് കടുക് പൊട്ടി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ സ്ലൈസ് ചെയ്ത് ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ഇഞ്ച് ഇഞ്ചിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നീളത്തിൽ കീറിയെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു കടലക്കറിക്ക് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ലൊരു മണവും കിട്ടും കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതുപോലെ വകഞ്ഞ് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അതുപോലെ ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് 10 അല്ലി ഉള്ളിയാണ്, വെളുത്തുള്ളിയാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു കടലക്കറി നല്ലൊരു സൂട്ടബിൾ ആണ് കേട്ടോ. അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കടലക്കറി ഇനി തേങ്ങ വറുത്തരച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ഇനിയൊരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതും എളുപ്പമാണ്, അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ. ഇഞ്ചിയുടെ ആ പച്ച കുത്ത് മണം ഒന്ന് മാറിക്കിട്ടണ വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇളക്കി. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനേ. ഇനി ഒരു 2 മീഡിയം സവാള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞതാണേ. വളരെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് ഓവർ ഫ്രൈ ആയി പോവാൻ പാടില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഞാനൊരു മൂടി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കുവാണേ ചെയ്യാറ്. അപ്പം നന്നായിട്ട് വാടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അപ്പോഴത്തേക്കും കുക്കറിലെ വിസിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൊട്ടി വെന്ത് കിട്ടണം, എന്നാലാണ് കടലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് അങ്ങ് ഞെങ്ങി പോകണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി പൊട്ടി കലങ്ങി പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിന് ശേഷം അതിനകത്തുനിന്നൊരു 5-6 സ്പൂൺ കടല എടുത്തിട്ട് ഇതുപോലൊരു
അപ്പോഴത്തേക്കും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറ്റി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 4 പച്ചമുളകും അതുപോലെ 2 വറ്റൽമുളകും നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂണൊക്കെ ധാരാളമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെയും കൂടി ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് ചേർത്തത് ചിക്കൻ മസാലയാണ്. അതും നമുക്ക് കുറച്ചധികം തന്നെ വേണം. അതും ഒരു 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ആ പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കടലയും വെള്ളവും ഒരുമിച്ചല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കടല നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് ആ മസാലയൊക്കെ കടലയിൽ കൂടി പിടിച്ച് കിട്ടത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനേ. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അതുവരെ നമ്മൾ തീ വളരെ കുറച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്. കാരണം മസാല കത്ത് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പം ഞാൻ മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 to 7 മിനിറ്റിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഗ്രേവി കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കുവാണ് കേട്ടോ വേണ്ടേ. ആ മസാലയൊക്കെ ആ കടലയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നല്ലൊരു കുറുകിയ കറിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കടല, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കടലയിലേക്കും കൂടി ഈ മസാല കൂടി പിടിച്ച് കിട്ടണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ കടലയിലേക്കും കൂടി മസാല പിടിച്ച് കിട്ടത്തുള്ളേ. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം വേണം. ഒരു 2 to 3 കപ്പ് വരെ ചൂടുവെള്ളം നമുക്കൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടാവണം. അതും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് ചാറുള്ള ഒരു കടലക്കറി നമുക്ക് തയ്യാറാക്കി കിട്ടും കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട, ഇത്ര തന്നെ മതി കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ലൊരു കുറുകിയ ചാറുള്ള നല്ല ചൂടുവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് ചേർത്ത കടല ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കട്ട കുത്തി അവിടെ ഇവിടെയൊക്കെ അങ്ങ് കിടക്കും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് മസാലയൊന്നും നേരെ പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഒരു 5 to 7 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ അതേ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ചാറുള്ള കടലക്കറിയാണേ. നല്ലൊരു മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. ഓക്കെ, സീ യു.